ഹായ് ഓൾ. കുറെ നാളായി നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, കുറെ നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 4 മാസത്തോളം ആയെന്ന് തോന്നുന്നു ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. എമ്പുരാനാണ് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ വീഡിയോ എന്ന് പറയുന്നത്. പിന്നീട് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഓരോ തിരക്ക് കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറ്റ്സ് ഹൈ ടൈം. എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ വീഡിയോസ് ചെയ്യാത്തത്. അപ്പം ഇങ്ങനെ എനിക്ക് അടുപ്പിച്ചിങ്ങനെ ലീവ് കിട്ടാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഓണം സീസൺ ആയതുകൊണ്ട് എന്നാലും ടൈമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാം. സിനിമകളും കാണുന്നുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ. ഇതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള എല്ലാ മെയിൻ സിനിമകളും ഇപ്പോൾ തുടരുവാണെങ്കിലും എല്ലാം ജിംഖാനയാണെങ്കിലും എല്ലാ മേജർ ഹിറ്റ്സും കാണുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. പക്ഷേ ഈ പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനും അത് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെ അതിന് കുറേ സമയം ആ വഴിക്ക് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടും കൂടെ അത് ചെയ്തിടാനുള്ളൊരു സാവകാശ സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇടയ്ക്ക് കുറേ വീഡിയോസ് ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നതാണ്. മനഃപൂർവ്വം ഒരു ഗ്യാപ്പ് എടുത്തതൊന്നുമല്ല, അതറിയാതെ അങ്ങനെ വന്നു പോയതാണ്. അപ്പം എന്താണെങ്കിലും ശരി, ഞാനിപ്പം റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള 2 പടങ്ങളും കണ്ടു. ലോക കണ്ടു, അതുപോലെ തന്നെ ഹൃദയപൂർവ്വം കണ്ടു. അപ്പോൾ ഹൃദയപൂർവ്വത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഹൃദയപൂർവ്വം എനിക്ക് വളരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ വളരെ ഒരു മോഹൻലാൽ ഫാനാണ്. ആൻഡ് പ്ലസ് സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. മനസ്സിനക്കരെ ആണെങ്കിലും അല്ല, അച്യുവിനമ്മ ആണെങ്കിലും, സന്ദേശം, വരവേൽപ്പ്, നാടോടിക്കാറ്റ്, എല്ലാം ഇതൊക്കെ ഇഷ്ടമില്ലാത്ത മലയാളികൾ ആരാ അല്ലേ? വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, തൂവൽ കൊട്ടാരം, എല്ലാം നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ലാലേട്ടൻ പ്ലസ് സത്യനന്ദിക്കാട് കോമ്പോയിൽ വന്നിട്ടുള്ള സിനിമകളെല്ലാം മലയാളികൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളാണ് മെജോറിറ്റിയും. ഇപ്പം വരവേൽപ്പാണെങ്കിലും പട്ടണപ്രവേശമാണെങ്കിലും TP ബാലഗോപാലൻ MA തുടങ്ങി എല്ലാ പടങ്ങളും, പിൻഗാമി ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ ആ ഒരു കോംബോ കൂടെ വരുമ്പം നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. അതേ എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് ഞാൻ കണ്ടത്. പ്ലസ് സോനു TP എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് ഫിലിം ഒക്കെ എടുത്തിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ, അദ്ദേഹം നല്ല എഴുത്തിൻ്റെ ആളാണ്. അപ്പം ഈ ഒരു കോംബോ വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും. പ്ലസ് അഖിൽ സത്യനും അനൂപ് സത്യനും ആദ്യമായിട്ട് സത്യനന്ദിക്കാടിനൊപ്പം ജോയിൻ ചെയ്യുന്നു എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഒരുപാട് എക്സ്പെക്ടേഷനോട് കൂടിയിട്ടാണ് കണ്ടത്. ഈ ഒരു എക്സ്പെക്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഈ സിനിമ മീറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. ഇത് സ്ട്രിക്ട്ലി എൻ്റെ ഒപ്പീനിയനാണ്. ഇതിനോട് യോജിക്കുന്നവരും യോജിക്കുന്നവരും ഒക്കെ ഉണ്ടാവാം. പക്ഷെ എനിക്ക് ഈ സിനിമ ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് എന്നാണ് തോന്നിയത്. ചില മുഹൂർത്തങ്ങൾ നല്ല രസമുള്ളതുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയുന്നില്ല. അതിനോടൊപ്പം തന്നെ സിനിമയുടെ ദൈർഘ്യമാണ് എനിക്ക് പ്രധാനമായിട്ടൊരു പ്രശ്നമായിട്ട് തോന്നി. ഒരുപാട് ലാഗ് വന്ന പോലെ തോന്നി സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് നല്ല പ്രോമിസിങ് ആയിരുന്നു, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പ്ലസ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ലാഗ് ഉണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അതാ പറഞ്ഞ പടം അത്രയും വലിച്ച് റബ്ബർ ഷീറ്റ് പോലെ നീട്ടിക്കൊണ്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 2 മണിക്കൂർ നിർത്താമായിരുന്നു സിനിമ. ദെൻ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈവൻ മോർ ബെറ്റർ എന്ന് പറയുന്നുണ്ട്. കുറച്ചും കൂടെ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്തേനെ ഈ ഒരു സിനിമ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നി. അതുപോലെ മേക്കിങ്ങിൽ സത്യനന്ദിക്കാട് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പണ്ടേ അദ്ദേഹം നല്ലൊരു മേക്കർ ആണല്ലോ, കാലത്തിനൊത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്ഡേറ്റഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്, അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തിനെ പോലെ ഒരു ലെജൻഡിനെ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ ആരാണ്. പക്ഷെ ഞാൻ പറയുന്നത് കാലത്തിനൊത്ത് മേക്കിംഗ് നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ജസ്റ്റിൻ പ്രഭാകറാണ് ഇതിൽ മ്യൂസിക് ആയിട്ടുള്ളത്. നല്ല മ്യൂസിക്കാണ്, അറിയാമല്ലോ. അദ്ദേഹം പാച്ചു, അത്ഭുതവിളക്കും, അതുപോലെ മലയാളത്തിലും മറ്റു പല സിനിമകളും ചെയ്തിട്ടുണ്ട്, തമിഴിലും ചെയ്തിട്ടുള്ള ആളാണല്ലോ. ഡിയർ കോമ്രേഡ് ഒക്കെ അടക്കം തെലുങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫീൽ ഗുഡ് സിനിമകൾ കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ ആണല്ലോ, അത് നന്നായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഇതിലും പതിവ് തെറ്റിച്ചിട്ടില്ല. എനിക്ക് ആ വെൺമതി എന്നുള്ള പാട്ടൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അതുപോലെ നവനീത് പാടിയ ലാസ്റ്റ് ഇമോഷൻ സോങ് എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അനു മൂത്തേടത്തിൻ്റെ ക്യാമറ വർക്ക്, ആ പൂനെയൊക്കെ നന്നായിട്ട്, ആ വിഷ്വൽസ് എല്ലാം തന്നെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നൈറ്റ് സീൻസും ഒക്കെ നല്ലൊരു, പിന്നെ ഒരു വെഡിങ് സോങ് ഉണ്ട് ഇതിൽ, നല്ല കളർഫുൾ ആയിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. അത് സത്യനന്ദിക്കാടിൻ്റെ പടത്തിൽ അങ്ങനത്തെ ഒരു ആംബിയൻസ് പൊതുവെ നമ്മളങ്ങനെ കാണാറില്ല. ഇന്ത്യൻ പ്രണയകഥയിലുണ്ടായിരുന്ന ഒരു സോങ്, അതിനുശേഷം ഇതാണ്. ഇത് കുറച്ചും കൂടെ കളർഫുൾ ആണ്. മാളവികയുടെ ആ ഒരു എൻഗേജ്മെൻറ്റ് സോങ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ സീൻസ് നല്ല രസമുണ്ട്. അതുപോലെ അതിലെനിക്കത് ഇഷ്ടപ്പെട്ട ആരാന്നറിയോ, ആ ക്ലൗഡ് കിച്ചൺ നടത്തുന്ന പുള്ളി, ആ ചെക്കൻ്റെ ക്യാരക്ടർ, അത് കുറച്ചും കൂടെ വെക്കാമെന്ന് എനിക്ക് തോന്നി. ഉണ്ട് കുറേ സീൻസ്, ബട്ട് സ്റ്റിൽ നല്ല രസമായിരുന്നു അതെല്ലാം. പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അഭിനയവും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആ ലഡു, ആ സംഭവം, ആ സീൻ, അങ്ങനത്തെ കുറച്ച് നല്ല കോമിക് സീൻസ് ഉണ്ട്. അങ്ങനെ കുറേ എലമെന്റ്സ് ചേർത്തിട്ടുണ്ട്. പക്ഷെ അത് ഫസ്റ്റ് ഹാഫിലാണ് കേട്ടോ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത് അത്രയും കുറവാണ്. പിന്നെ മോഹൻലാൽ ഞാൻ പറയണില്ല, അങ്ങനത്തെ കുറച്ച് സീനുകൾ നല്ല രസമുണ്ട്. ഒരു ഇടി കണ്ടിട്ടുള്ള ആ ഒരു സീനിലെ സംഗീത് പ്രതാപിന്റെ മോഹൻലാലിന്റെ ആ റിയാക്ഷൻ സംഭവമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കോമഡി അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത് ഇത്രയും ലാഗ് വരണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചില സീൻസ് അനാവശ്യമായിട്ടും എനിക്ക് തോന്നി. പിന്നെ ലാലുവിലക്സിന്റെ ക്യാരക്ടർ ആദ്യമൊക്കെ തോന്നി ഇത് എന്ത് വെറുപ്പിയാണ് ഈ ക്യാരക്ടർ എന്ന് തോന്നി. പക്ഷെ അവസാനം ഒരൊറ്റ സീൻ കൊണ്ട് അതിനുള്ള മറുപടി
തന്നു. നല്ല രസമായിട്ട് അത് എൻഡിങ്ങിൽ. പിന്നെ ലാലേട്ടൻ്റെ ഒരു ഇമോഷണൽ സ്പീച്ച് ഉണ്ട് ഇതിൽ. അതൊക്കെ കിട്ടിയ ലാലേട്ടൻ്റെ ഏരിയ അല്ലേ, ലാലേട്ടൻ പൊളിക്കുമെന്ന് അറിയാലോ. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ടച്ചിങ് ആയിരുന്നു അത്. എനിക്കത് റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് അതിലൊരു പറഞ്ഞൊരു കാര്യം. കാരണം എൻ്റെ കാലും സൈക്കിളിൻ്റെ ഇടയിൽ പോയിട്ടുണ്ട്. സോ എനിക്കത് റിലേറ്റബിൾ ആയിരുന്നു ആ ഒരു സാധനം. അങ്ങനെ അതുപോലെ കുറച്ച് സാധനങ്ങൾ നല്ല രസമുണ്ട്. പക്ഷെ മാളവിക എടുത്ത് പറയണം കേട്ടോ. കാരണം മാളവിക, ഐശ്വര്യലക്ഷ്മി മാറിയിട്ടാണ് ഈ പടത്തിൽ മാളവിക വരുന്നത്. ഐശ്വര്യലക്ഷ്മി മാറിയത് എന്തുകൊണ്ട് മാറിയതോ എന്ന് എനിക്കറിയില്ല റീസൺ, ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. ഐശ്വര്യ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്, ബട്ട് സ്റ്റിൽ മാളവിക വന്നപ്പോൾ ഇതിനൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഇതുവരെ മാളവികൻ അധികം ഇങ്ങനത്തെ റോളുകളിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ആൾക്കാരെ. കുറച്ച് കൂടുതൽ ഗ്ലാമറസ് റോൾ, അല്ലെ ഇച്ചിരി സ്റ്റൈലൈസ്ഡ് മോഡേൺ ഗേൾ ടൈപ്പ് റോൾസ് ആണ് നമ്മൾ തമിഴിൽ കൂടുതലും തെലുങ്കിലും ഒക്കെ കണ്ടിട്ടുള്ള. അവരെ തമിഴിലാണ് അവർ കൂടുതൽ ചെയ്യുന്നത്, അറിയാലോ. പക്ഷെ ഇത് വരുമ്പോൾ അവർക്കൊരു പുതുമയുണ്ട്. ഇതൊരു മോഡേൺ റോൾ തന്നെയാണ്, പൂനെയിൽ ജനിച്ച് വളർന്നൊരു മലയാളി. ബട്ട് സ്റ്റിൽ അവർക്ക് പെർഫോം ചെയ്യാനുള്ള കുറേ നല്ല സ്കോപ്സ് ഉണ്ടായിരുന്നു, എലമെന്റ്സ് ഉണ്ട് ഈ സീനിൽ. അവർക്ക് നന്നായിട്ട് ചെയ്യാനുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ ട്രാക്ക് ആയിക്കോട്ടെ, നല്ല മെച്ചുവേർഡ് ആയിട്ട് ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് നല്ല പുതുമയാണ്. കാരണം ഐശ്വര്യലക്ഷ്മി വരുമ്പോഴത്തേക്കും നമുക്കറിയാം ലൈക്ക് പുള്ളിക്കാരി എങ്ങനെ ആക്ട് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്കറിയാം. മാളവി വരുമ്പോൾ അത് ഭയങ്കര ഒരു ഫ്രഷ്നെസ് വരുന്നുണ്ട്. നല്ല ഡിസിഷനാണെന്ന് ഞാൻ പറയും. ഈ സിനിമയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്കും അതിൻ്റെ ഡൗട്ടാണ്, മാളവിക മോഹനനെ കൊണ്ട് പറ്റുമോ, പുള്ളിക്കാരിക്ക് ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊരു. ഐശ്വര്യലക്ഷ്മി പിന്നെ നമ്മൾ മായാനദിയൊക്കെ കണ്ടുകൊണ്ട് നല്ല പെർഫോമറാണെന്ന് അറിയാം. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഐശ്വര്യലക്ഷ്മിയുടെ ഒരു അഭിനയത്തിൽ എപ്പോഴും ഒരു റെപ്പറ്റീഷനുണ്ട്. എല്ലാ പടത്തിലും ആ മായാനദിയിൽ അപ്പുവിൻ്റെ പ്രേതമുള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അതേ ഒരു ഹാങ് ഓവർ തോന്നാറുണ്ട്. ഇതിലേക്ക് വരുമ്പം മാളവിക വന്നപ്പോൾ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ മാളവിക കോമ്പിനേഷൻ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ആ ഇമോഷൻ ഫീൽ ചെയ്യും. അത് കണക്ട് ചെയ്യാനവർക്ക് പറ്റിയിട്ടുണ്ട്. തുടക്കത്തിലൊക്കെ നമുക്ക് അത്ര അങ്ങോട്ട് ഇല്ല. പിന്നെ ടുവേർഡ്സ് മാളവികയും മോഹൻലാലും കൂടെ ഉള്ള ഒരു സീനുണ്ട്. ഒരു ഞാൻ എന്താ പറയുക, എനിക്കത് പഴത്തിൽ സ്പോയിലർ ആവുമെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഓഡിയോ കേൾപ്പിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ ഒക്കെ നല്ല കൺവിൻസിങ് ആയിരുന്നു സംഭവം. അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അതിൽ അത് ആ മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ ആ സ്പീച്ചും കൂടെ വന്നപ്പോൾ അത് ഓക്കെ. ബട്ട് ഡ്യൂറേഷൻ കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ആവറേജ് അല്ലെ ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയാൻ കാരണം. കുഡ് ഹാവ് ബീൻ ബെറ്റർ. എങ്കിലും മോശമല്ലാത്ത വൺ ടൈം വാച്ചബിൾ ആയിട്ട് ഫാമിലി ആയിട്ട് കാണാവുന്നൊരു സിനിമ തന്നെയാണ് ഹൃദയപൂർവ്വം. ആ കാര്യത്തിലൊരു സംശയമില്ല. നിങ്ങൾ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞ് നഷ്ടമൊന്നും വരത്തില്ല, ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഫാമിലി ആയിട്ടാണ് ഈ പടം കണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ കാണാം. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോകരുത്. അങ്ങനെ പോയാൽ ചിലപ്പോൾ നിരാശയായിരിക്കും. അല്ലാതെ ഒത്തിരി എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. അതൊരു ഫാമിലി പടം ഓണം കാലത്ത് കാണാം, കുറച്ച് ചിരിക്കാം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പോകണം, നല്ലതായിരിക്കും. പിന്നെ ക്യാമിയോസ് ഉണ്ട്, ഒരു 3 പേരുണ്ട്. 3 പേരിൽ ആക്ച്വലി 2 ക്യാമിയോ എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരാളൊരു ലൈക്ക് ഒരു സിനിമയ്ക്കുള്ള സിനിമ പോലെ ഒരു ഷൂട്ടിംഗ് പോലെ ഒരു സീനിൽ വന്നു പോകുന്നത്, ആരാന്നേ പറയണില്ല. ബട്ട് അതിൽ ഒരു ക്യാമിയോ ഭയങ്കര അനാവശ്യമായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞു, എന്തിനാണ് ആ ക്യാമിയോ, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്ന്. അങ്ങനെ സിനിമ ഇറങ്ങിയപ്പം ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ പോയി. ഫാമിലിയോട് ഞാൻ എൻ്റെ ഫ്രണ്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട് കണ്ട വേറൊരു ദിവസമായിരുന്നു. ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞു ആ ക്യാമറയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തോ എനിക്കറിയില്ല. ബാക്കി മൊത്തത്തിൽ കുഴപ്പമില്ല. അങ്ങനെ ലോഗഡ് റിവ്യൂ നാളെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി തൊട്ട് കണ്ടിന്യൂസ് വീഡിയോസ് മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതാണ്. ടൈം കിട്ടുന്ന പോലെയല്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങ് വിട്ടു പോകരുത്. സ്ഥിരമുള്ള സപ്പോർട്ട് ഉണ്ടായിരിക്കണം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടോ, കുറച്ച് നാൾ വീഡിയോ ഗ്യാപ്പ് എടുത്ത് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. പഴയൊരു ഫ്ലോ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. എന്താണെങ്കിലും ശരി, കാണാം. താങ്ക് യു. ഹാപ്പി ഓണം.